പാദപൂജ, പേജ് 281. ബഹുരൂപ സ്വീകാരം. സ്വാമിജിയുടെ യോഗ പദവി സിദ്ധിയാർജിക്കാത്ത മണ്ഡലങ്ങളില്ല. ശ്രീ കരിമ്പുവിള സോമശേഖരൻ നായർ ഇതെഴുതുമ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സ്വാമിജി അന്വേഷിച്ച മണ്ഡപത്തിലും സാധാരണ ഇരിക്കാറുള്ള കട്ടിലിലും കാണാത്തതിനാൽ എന്തോ കാരണവശാൽ അടുക്കളയിലെത്തി. അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ആരും മറ്റൊരു കാര്യത്തിന് ചെല്ലുന്നത് സ്വാമിജിക്ക് ഇഷ്ടമല്ല. അല്പം ഉറച്ച സ്വരത്തിൽ സ്വാമിജി പറഞ്ഞു, എന്തോ നടോ അവിടെ വന്ന് നിൽക്കുന്നത്? ഒരത്യാവശ്യ കാര്യം പറയാനുണ്ട് സ്വാമി, അതുകൊണ്ട് സ്വാമിയെ കാണാൻ വന്നതാ. സ്വാമിജി ഉടൻ തന്നെ പ്രതിവചിച്ചു. സ്വാമി അവിടെ ഉണ്ടോ? അവിടെ മണ്ഡപത്തിൽ കാണും. പൊതുവെ തർക്കശാലിയായ സോമശേഖരൻ നായർ സ്വാതന്ത്ര്യം കൊണ്ടും വിശ്വാസം കൊണ്ടും പറഞ്ഞു. അടുക്കളയിൽ നിൽക്കുമ്പോൾ മണ്ഡപത്തിൽ കാണുമെന്ന് പറഞ്ഞാൽ? സ്വാമിജി പറഞ്ഞു, പറഞ്ഞാൽ പോയി നോക്കിയാൽ കാണും. എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ നായർ മണ്ഡപത്തിലേക്ക് തിരിച്ചു. അടുക്കളയിൽ നിന്ന് മണ്ഡപത്തിലേക്ക് ചെല്ലാൻ ഒരൊറ്റ വഴിയേയുള്ളൂ. അതുവഴിയാണ് സോമശേഖരൻ നായർ മണ്ഡപത്തിലെത്തിയത്. സ്വാമിജിയുടെ തേജോമയ രൂപം മണ്ഡപത്തിൽ കണ്ട സോമശേഖരൻ നായർ അത്ഭുതത്തോടെ സ്വാമിജി കിടക്കുന്ന മുറിയിലൂടെ അടുക്കളയുടെ നടയിലെത്തുന്നതിന് തിരിച്ചു. അത്ഭുതം ശതഗുണീഭവിച്ച് സ്വാമിജിയുടെ കിടപ്പുമുറിയിലെത്തിയ സോമശേഖരൻ നായർ കണ്ടത് കട്ടിലിലിരിക്കുന്ന സ്വാമിജിയാണ്. ഒരു വാതിലിൽ നിന്നുകൊണ്ട് മണ്ഡപവും കിടപ്പുമുറിയും കാണാമെന്നതുകൊണ്ട് സോമശേഖരൻ നായർ രണ്ടു ഭാഗവും മാറി മാറി നോക്കി. രണ്ടിടത്തും സ്വാമിജിയെ കണ്ട് അത്ഭുതസ്തബ്ധനായി. അവിടുന്ന് ഉടൻ തന്നെ അടുക്കളയുടെ നടയിലേക്ക് ഓടിയെത്തി. സോമശേഖരൻ നായർ കണ്ടത് അടുക്കളയിൽ നിൽക്കുന്ന സ്വാമിജിയാണ്. ഗദ്ഗതകണ്ഠനായ അദ്ദേഹം അല്പം മാറി വരാന്തയിൽ സ്തബ്ധനായിരുന്നു. സോമശേഖരൻ നായരുടെ സമനില വിട്ടിരുന്നു എന്നറിഞ്ഞ സ്വാമിജി സാവധാനം ഇറങ്ങി വന്നു. അശ്രുധാരയോടെ സ്വാമിജിയെ പ്രാർത്ഥിക്കുന്ന ശ്രീ നായരോട്, നീ എന്തോന്നാണോ ഇവിടെ കുത്തിയിരിക്കുന്നത്? ഞങ്ങൾക്ക് പിന്നെ ജോലി ചെയ്യാൻ ആളില്ലാത്തപ്പോൾ എല്ലായിടത്തും ഓടിയെത്തിയേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. യോഗമാർഗത്തിൽ പ്രജ്ഞാവികാസത്തിലൂടെ ഉത്തരലോകങ്ങളിൽ എത്തിച്ചേരുന്ന മഹായോഗിക്ക് യോഗശക്തി കൊണ്ട് തന്നെ അനേകം ചിത്തങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും. യോഗിയുടെ അടിസ്ഥാന വ്യക്തിത്വത്തിന് മാറ്റമൊന്നും സംഭവിക്കാതെയാണ് മനോമയമായ ഉപാധികളെ സൃഷ്ടിക്കുന്നത്. ഈ ചിത്തങ്ങളിലെല്ലാം തൻ്റെ ഇച്ഛാശക്തിയിലൂടെ വ്യാപരിക്കുവാനും പ്രവർത്തിക്കുവാനും യോഗിക്ക് കഴിയും. തൻ്റെ വ്യക്തിത്വത്തിൽ ബോധവാനായിരിക്കുന്നതോടൊപ്പം താൻ സൃഷ്ടിച്ച മനോമയ ചിത്തങ്ങളിലും വ്യാപരിക്കുവാൻ പ്രയാസമില്ല. സ്വയം സൃഷ്ടിച്ച ഉപാധികളിലൂടെ പല ദിക്കുകളിലും അനേക ശരീരങ്ങളിലും പ്രവർത്തിക്കുവാൻ ആ മഹാത്മാക്കൾക്ക് പ്രയാസമില്ല. എന്നാൽ യോഗശക്തിയാൽ സ്വയം സൃഷ്ടിച്ച ചിത്തങ്ങളും ശരീരങ്ങളും യോഗിയുടെ സങ്കല്പത്തിനനുസരിച്ച് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. യോഗി തൻ്റെ പ്രജ്ഞയെ പ്രസ്തുത ശരീരങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കുമ്പോൾ അവ അപ്രത്യക്ഷമാവുകയും ചെയ്യും. കൈവല്യപാദം 4-ാം സൂത്രം ഈ സത്യത്തെയാണ് വെളിവാക്കുന്നത്. നിർമ്മാണ ചിത്താന്യസ്മിത മാത്രാത്. നിർമ്മാണ ചിത്തങ്ങൾ അസ്മിതയിൽ നിന്നാണ് പുറപ്പെടുന്നത്. സ്വന്തം ധ്യാനശക്തി കൊണ്ട് മാത്രമാണ് നിർമ്മാണ ചിത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും എന്നും ഇവ ധ്യാനമാത്രാ സൃഷ്ടികളാണെന്നും യോഗസൂത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ മേൽപ്പറഞ്ഞ നിർമ്മാണ ചിത്തസങ്കല്പത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ്. പ്രദീപവദാവേശസ്തഥാ ഹി ദർശയതി. ഒരു ശരീരവും മനസ്സും ജീവനും ഇന്ദ്രിയങ്ങളും അനേകങ്ങളാകുന്നതെങ്ങനെയെന്ന സംശയം യോഗിയെ സംബന്ധിച്ച് ഉന്നയിക്കേണ്ട കാര്യമല്ല. സർവജ്ഞത്വവും സർവവ്യാപിത്വവും ആത്മസ്വഭാവമായതുകൊണ്ട് വിവിധങ്ങളായ വസ്തുക്കൾ ഇല്ലെന്ന് പറയാനാവുകയില്ല. ഒരേ വൃക്ഷത്തിൽ നിന്ന് അനേകം തൈകൾ ഉണ്ടാകുമ്പോഴും ഒരേ ദീപത്തിൽ നിന്ന് അനേകം ദീപങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവയ്ക്ക് വിശിഷ്യ പറയേണ്ട ഗുണങ്ങൾ കാണുന്നില്ല. സർവാണി ഭൂതാനി ആത്മന്യേവാൻ ഉപശ്യതി എന്ന് ഉപനിഷത്ത് ഘോഷിക്കുമ്പോൾ സർവഭൂതങ്ങളിലും പ്രവർത്തിക്കുന്ന ആത്മഭാവം താനാണെന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ. അണിമാദ്യ അഷ്ടൈശ്വര്യ സിദ്ധികൾ സങ്കല്പങ്ങൾ സൃഷ്ടിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനുമുള്ള കഴിവുകളുടെ പ്രത്യേകതയാണ്. അനേക ദീപങ്ങൾക്ക് ഭിന്ന ഗുണങ്ങൾ ഇല്ലാത്ത പോലെയും അനേക ശരീരങ്ങളിൽ ആത്മഭാവം രണ്ടല്ലാത്ത പോലെയും യോഗിക്കും സഹസ്രശീർഷനായ പുരുഷനും ബ്രഹ്മസങ്കല്പവും ആത്മസങ്കല്പവും ഒന്നേയുള്ളൂ. ഛാന്തോഗ്യോപനിഷത്തിൽ ഏകധാ ഭവതി ത്രിധാ ഭവതി പഞ്ചധാ സപ്തധാ നവധാ ചൈവ പുനശ്ച ഏകാദശഃ സ്മൃതം ശതം ച ദശചൈകശ്ച. അവൻ യഥാർത്ഥ ദർശി 1-ആയിട്ടും 3-ആയിട്ടും 5-ആയിട്ടും 7-ആയിട്ടും 9-ആയിട്ടും ഭവിക്കുന്നു. ഈ എല്ലാ സൃഷ്ടികളിലും ആത്മാവ് ഏകനായിട്ട് തന്നെ വർത്തിക്കുന്നു. സ്വാമിജിയെ സംബന്ധിച്ച് ബ്രഹ്മസൂത്രത്തിലും ഉപനിഷത്തുകളിലും യോഗസൂത്രങ്ങളിലും പ്രതിപാദിക്കുന്ന ഈ ആധികാരിക സങ്കല്പം കേവലം സാധാരണം മാത്രമായിരുന്നു.